സോ ഫൈനലി നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട Redmi Note 11 Pro Plus 5G എന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചില ബ്രാൻഡ് ട്രെൻഡ് സീക്രറ്റ്സ്, അതായത് ഒരു ചെറിയ താത്വികമായ അവലോകനം ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ആദ്യം അൺബോക്സിംഗ്. ഷവോമിയുടെ വൈറ്റ് പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. ലെറ്റ്സ് അൺബോക്സ്. TPU കേസ് വരുന്നുണ്ട്, ഡോക്യുമെന്റേഷൻ, ഫോൺ തൽക്കാലം മാറ്റി വെക്കാം, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി USB കേബിൾ. സോ ഇതാണ് നമ്മുടെ Redmi Note 11 Pro Plus 5G എന്ന ഫോൺ. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മളൊരു അണ്ടർ 20,000 പ്രൈസ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു പ്രീമിയം ഫീൽ, അതായത് സോളിഡ് പ്രീമിയം ഫീൽ തരുന്ന ഫോൺസ് ഷവോമി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതായത് നോർമലി ഷവോമിയുടെ ഫോൺസിൽ നല്ലൊരു പ്രീമിയം ഹാൻഡ്ലിംഗ് ഫീൽ കിട്ടുന്നുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഗ്ലാസിൻ്റെ ബാക്ക് കൊടുത്തിട്ടുണ്ട്, നല്ല സോളിഡ് ബിൽഡാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പം ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്ന ഫ്ലാറ്റ് എഡ്ജസ് ഉണ്ടല്ലോ, ടോപ്പ് ആണെങ്കിലും സൈഡ് ബോട്ടം എല്ലാം ഫ്ലാറ്റ് എഡ്ജസ് ആണ്. എന്നാലും കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്, നല്ലൊരു കംഫർട്ടബിൾ ഫീൽ കിട്ടുന്നുണ്ട്. 202 ഗ്രാം ആണ് വെയിറ്റ്, 8.1 mm ആണ് തിക്നെസ്. ഫോണിൻ്റെ ബാക്കിൽ അത്യാവശ്യം ഗ്ലോസി ഷൈനി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യുമ്പോൾ ഈ ലൈറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് റിഫ്ലക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നല്ലൊരു ലുക്കാണ്. പിന്നെ ഡിസൈൻ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ലി എനിക്ക് ഇപ്പോഴും Redmi Note 10 Pro സീരീസിൻ്റെ ഡിസൈനാണ് ഇഷ്ടം. കുറച്ചും കൂടി ക്ലാസ്സിയാണ്, സിംഗിൾ കളറാണ്. പിന്നെ ആ ഒരു കർവൊക്കെ കാണാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്? ഇതാണോ അതോ Redmi Note 10 Pro സീരീസിൻ്റെ ഡിസൈനാണോ? താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ വർഷം തന്നെ നമുക്ക് തീർച്ചയായിട്ടും 1 million സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യാൻ പറ്റും. സോ സബ്സ്ക്രൈബ്. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 1200 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്. DCI P3 കളർ ഗ്യാമറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടറും വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്ന Redmi Note 10 Pro സീരീസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ഉണ്ടായിരുന്നല്ലോ, എക്സാക്ട്ലി അതേ ഡിസ്പ്ലേ ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. നല്ല കളേഴ്സ് ആണ്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, ഡീപ് ബ്ലാക്സ് ഒക്കെ വരുന്നുണ്ട്. പുറത്ത് കൊണ്ടുപോകുമ്പോൾ നല്ല രീതിയിൽ ബ്രൈറ്റും ആവുന്നുണ്ട്. സൺലൈറ്റിലേക്ക് നല്ല ലെജിബിലിറ്റി ആണ്. 120 ഹെർട്സിൻ്റെ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്മൂത്ത്നെസ്സിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേക്കും ചുറ്റുമുള്ള ബെസൽസും നല്ല തിൻ ആണ്, കനം കുറഞ്ഞ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറ കട്ടൗട്ട് ഉണ്ടല്ലോ, അതും നല്ല ചെറുതാണ്. ഇതൊക്കെ പറയുമ്പോഴും HDRൻ്റെ സപ്പോർട്ട് വരുന്നില്ല. കഴിഞ്ഞ വർഷം വന്ന Redmi Note 10 Pro സീരീസിൽ HDR 10ൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത്തവണ HDRൻ്റെ സപ്പോർട്ട് വരുന്നില്ല. അതായത് യൂട്യൂബ് ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും നിങ്ങൾക്ക് HDR കണ്ടന്റ് കാണാൻ കഴിയില്ല. ഓക്കെ, അത് അങ്ങനെ മെജോറിറ്റി ഒരുപാട് പേര് HDR വീഡിയോസ് കാണാറില്ല. പക്ഷേ ആ ഒരു ഫീച്ചർ ഇവിടെ മിസ്സിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ 4Kൻ്റെ ഫീച്ചറും വരുന്നില്ല. എന്ന് പറഞ്ഞാൽ 4K വീഡിയോസ് യൂട്യൂബ് ആണെങ്കിലും ഏത് 4K വീഡിയോ ആയിക്കോട്ടെ, നിങ്ങൾ 4K വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്യാൻ നോക്കിയാലും അത് പ്ലേ ആവുന്നില്ല. ഇതിലുള്ള സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റിൻ്റെ റിസ്ട്രിക്ഷൻ ആണെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോൻ്റെ അവസാനം സംസാരിക്കുന്നുണ്ട്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുക. വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പ്രൈം വീഡിയോ ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഫുൾ HD 1080p ഫുൾ HD കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. മേളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ സീരീസ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം ലൗഡ് ആണ്, നല്ല ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട്. ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ടോപ്പ് ക്വാളിറ്റി സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, നോ ഡൗട്ട്. സോ മീഡിയ കൺസംഷൻ, അതായത് മൂവി ആണെങ്കിലും TV ഷോസ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മീഡിയ കൺസംഷൻ എക്സ്പീരിയൻസ് ഈ ഫോണിലൂടെ കിട്ടുന്നുണ്ട്. 6GB 128GB 8GB 128GB ഫൈനലി 8GB 256GBൻ്റെ 3 റാം സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് വരുന്നത്. LPDDR4X റാം ആണ് തന്നിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജും കിട്ടുന്നുണ്ട്. ആ ഒരു എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചർ ഉണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. 7 5G ബാൻഡ്സിന്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഓവറോൾ പെർഫോമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ് 695 5G ചിപ്സെറ്റ്. ഓക്കെ, അത്യാവശ്യം നല്ല 1-2 സ്കോറൊക്കെ തരാറുണ്ട്. പക്ഷേ ഇവിടെ 1-2 സ്കോർ കുറവാണ് വന്നത്. 3.4 lakh 5 lakh എങ്ങാണ്ടാണ് കിട്ടിയത്. നോർമലി 4 lakhന്റെ മേളിലാണ് 695ൻ്റെ 1-2 സ്കോർ പോകുന്നത്. പക്ഷേ ഇതിൽ നമ്പേഴ്സ് കുറവാണെങ്കിലും പെർഫോമൻസ് ആ ഒരു നോർമൽ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ചെറിയ ജിറ്റേഴ്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഈ ആപ്പ് ഓപ്പണിംഗ് ചെയ്യുമ്പോൾ ആനിമേഷനുള്ള ജിറ്റേഴ്സ് ഉണ്ടല്ലോ, മിനിമം ആണ്, പക്ഷേ ജിറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ചെറിയ ജിറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോക്സിമിറ്റി സെൻസർ മോഷൻ ബേസ്ഡ് ആണ്, ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ അല്ല. ഗൂഗിൾ ഡയലർ ആണ് വന്നിരിക്കുന്നത്. സോ ഓട്ടോ കോൾ റെക്കോർഡിംഗ് അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ഇല്ലാതെ റെക്കോർഡിംഗ് ബൈ ഡിഫോൾട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 ആണ് വരുന്നത് വിത്ത് MIUI 13.
ആൻഡ്രോയിഡ് 12 കൊടുക്കേണ്ടതായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ സൈഡിൽ നിന്ന് ഈ MIUI ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കുറേ കമൻസ് ഒക്കെ വരാറുണ്ട്. ഞാൻ വായിക്കാറുണ്ട്. ഓക്കെ, ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്, എല്ലാ കമൻസും വായിക്കാറുണ്ട്. ഓക്കെ, എനിവേ ഷവോമിക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 12 കൊടുക്കാമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഫീൽ ആയിരുന്നു ഓക്കെ ഷവോമി വർക്ക് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയറിന് മേളിൽ. പക്ഷേ ഇവിടെ വീണ്ടും ആൻഡ്രോയിഡ് 11 ആണ് വന്നിരിക്കുന്നത്. സ്പെഷ്യലി റെഡ്മി നോട്ട് സീരീസ് ഷവോമിയുടെ ഫ്ലാഗ്ഷിപ്പ് മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആണ്, ഒരുപാട് വിറ്റ് പോകുന്ന സീരീസ് ആണ്. സോ ആൻഡ്രോയിഡ് 12 കൊടുത്തിരുന്നെങ്കിൽ ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്തായാലും കിട്ടിയതിന്. പിന്നെ ലേറ്റസ്റ്റ് MIUI 13 കൊടുത്തിട്ടുണ്ട്. നോർമലി MIUIയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് ഈ ഫോണിലും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് മിഡ് റേഞ്ച് ലെവൽ ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 695 5G ചിപ്സെറ്റ് അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ ഗെയിമിംഗ് തരുന്നുണ്ട്. മിഡ് റേഞ്ച് ഗെയിമിംഗ് ഒക്കെ നിങ്ങളൊരു ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം ഇതിനേക്കാളും ബെറ്റർ ഗെയിമിംഗ് ഫോൺസ് കിട്ടും. പക്ഷേ നിങ്ങളൊരു ഓവറോൾ പാക്കേജ് നോക്കുന്നുണ്ടെങ്കിൽ, ഒരു ബാലൻസ്ഡ് പാക്കേജ് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഗെയിമിംഗ് കിട്ടുന്നുണ്ട്. ഞാൻ BGMI കളിച്ച് നോക്കിയിരുന്നു. സ്മൂത്ത് അൾട്ര 40 FPS ഓപ്ഷനാണ് വരുന്നത്. നല്ല ഗെയിം പ്ലേ ആണ് കിട്ടിയത്, നല്ല സ്മൂത്ത് ഗെയിം പ്ലേ. 40 FPS ഒക്കെ ഈസിലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രെയിം ഡ്രോപ്സ് ഒന്നും വരുന്നില്ല. സോ ഒരു സ്മൂത്ത് ഗെയിം പ്ലേ എന്തായാലും കിട്ടും. പിന്നെ ലിക്വിഡ് കൂളിങ്ങിൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ 695 കൂടെ എൻ്റെ ആവശ്യം വരാൻ പോകുന്നില്ല. 695 അങ്ങനെ ഹീറ്റ് ആവുന്ന ചിപ്സെറ്റ് ഒന്നുമില്ല. സ്റ്റിൽ ലിക്വിഡ് കൂളിങ്ങിൻ്റെ ഫീച്ചർ ഇവിടെ വരുന്നുണ്ട്. ഷവോമിയുടെ ഫോൺസിൽ വരുന്ന ഗെയിം ടർബോ ഫീച്ചർ ഉണ്ടല്ലോ, ഗെയിം മോഡ്, അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 108 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ 108 മെഗാപിക്സൽ HM2 സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡും 2ന്റെ മാക്രോ ആണ് വരുന്നത്. ഓക്കെ, 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോസ് നോക്കിയാൽ, അതായത് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, അത് നോക്കുകയാണെങ്കിൽ സ്കിൻ ടോൺ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്കിൻ ടോൺ കിട്ടുന്നുണ്ട്. ഒരു കാര്യം എടുത്ത് പറഞ്ഞേ പറ്റൂ, ഷവോമി അവരുടെ സ്കിൻ ടോൺ പ്രോസസ്സിംഗ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ സ്കിൻ ടോണിൽ ഭയങ്കര കോൺട്രാസ്റ്റ് ഫീലൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം കുറച്ചുകൂടി നാച്ചുറൽ സ്കിൻ ടോൺ വരുന്നുണ്ട്. ഫേസിൽ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ഡൈനാമിക് റേഞ്ച് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ ലൈറ്റൊക്കെ ഉണ്ടെങ്കിലും ഫേസിൽ നല്ല എക്സ്പോഷർ കിട്ടുന്നുണ്ട്. നോർമൽ ഫോട്ടോസ്, അതായത് പ്രകൃതി, റോഡ്, സ്കൈ, ബിൽഡിംഗ്, ഫ്ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ അതും നല്ലതാണ്. ടിപ്പിക്കൽ ഷവോമി ഫോട്ടോ പ്രോസസ്സിംഗ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു വാംത്തും വൈബ്രൻസ് ഒക്കെ വരുന്നുണ്ട്. ചില ഫോട്ടോസിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോട്ടോയിൽ സാച്ചുറേഷൻ ലേശം കൂടുതലാണ് എനിക്ക് തോന്നി. ഓക്കെ, പിന്നെ കുറച്ചും കൂടി ബെറ്റർ ഡൈനാമിക് റേഞ്ച് വേണ്ടിയിരുന്നു. അതായത് ഷാഡോസിലൊക്കെ അത്യാവശ്യം ബ്ലാക്ക് കയറി വരുന്നുണ്ട്, ഡീറ്റെയിൽസ് കുറയുന്നുണ്ട്, നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, ഫേസിലൊക്കെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ആ സ്മൂത്തനിങ് എന്തായാലും ഉണ്ട്. ഞാൻ ടേൺ ഓഫ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും ഫേസിൽ. ഓക്കെ, നോർമൽ മിഡ് റേഞ്ച് ഫോൺസിൽ വരുന്ന ഒരു അൾട്രാവൈഡ് ഫോട്ടോസ് ആണ് വരുന്നത്. കളേഴ്സും ഡൈനാമിക് റേഞ്ചൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ആ ചെറിയൊരു സോഫ്റ്റ്നെസ് എന്തായാലും ഉണ്ടാവും. മാക്രോ ഫോട്ടോസ് ഓക്കെ, ആവറേജ് ആണ്. നമുക്ക് റെഡ്മി നോട്ട് 10 Pro സീരീസിൽ കിട്ടിക്കൊണ്ടുവന്ന ഒരു കിഡിലൻ മാക്രോ പെർഫോമൻസ് ഉണ്ടല്ലോ, ടെലി മാക്രോ ലെൻസ് 5 മെഗാപിക്സൽ, അതുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. സോ മാക്രോ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട്. ലോ ലൈറ്റ് നൈറ്റ് പ്രോസസ്സിംഗ് നല്ലതാണ്, ലൈറ്റൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷാഡോസിലും അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ കയറി വരുന്നുണ്ട്. 1080p 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. വീഡിയോസിൽ അത്യാവശ്യം ഡീറ്റെയിൽസ്, ഷാർപ്നെസ് ഒക്കെ വരുന്നുണ്ട്. ഫോക്കസിങ്ങിൽ ഇഷ്യൂ ഒന്നുമില്ല. ഡൈനാമിക് റേഞ്ച് ഡീസൻറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഷവോമിയുടെ ഫോൺസിൽ നോർമലി ആ ഒരു കോൺട്രാസ്റ്റ് ലുക്കാണ് വരുന്നത്. നല്ല ഷാഡോസും ബ്ലാക്സ് ഒക്കെ കാണും. ഇവിടെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, പക്ഷേ 4K റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഈ ഫോണിൻ്റെ മാക്സിമം വേരിയൻറ്റ്, അതായത് ഏറ്റവും വില കൂടിയ വേരിയൻ്റെ പ്രൈസാണ് 25,000 റുപ്പീസിൽ കിട്ടുന്ന ഒരു ഫോണിൽ 4K റെക്കോർഡിംഗ് ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഓക്കെ, സോ അതും ഈ ഒരു ചിപ്സെറ്റിൻ്റെ റെസ്ട്രിക്ഷനാണ്. അതിനെക്കുറിച്ചും ഞാൻ വീഡിയോൻ്റെ അവസാനം സംസാരിക്കുന്നുണ്ട്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുക. സെൽഫി ക്യാമറ പെർഫോമൻസിലും ഷവോമി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടത്തെക്കാളും കുറച്ചും കൂടി ബെറ്റർ സെൽഫി ഫോട്ടോസ് കിട്ടുന്നുണ്ട്. സ്കിൻ ടോൺ നല്ലതാണ്, അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ സ്കിൻ സ്മൂത്തനിങ് ടേൺ ഓഫ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്യാം. ഞാൻ ബൈ ഡിഫോൾട്ട് സെറ്റിംഗ്സിലാണ് ഫോട്ടോ എടുക്കുന്നത്. ഈ ഒരു ഫോട്ടോ ഡയറക്റ്റ് സൺലൈറ്റിൽ എടുത്ത ഫോട്ടോ ആണ്. സോ നല്ല രീതിയിൽ ലൈറ്റ് കൺട്രോളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹൈലൈറ്റ്സ് ഒന്നും ബ്ലോൺ ഔട്ട് ഒന്നും ആവുന്നില്ല. 1080p 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. നല്ല ക്വാളിറ്റിയുള്ള സെൽഫി വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോണിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഗുഡ്, ബാറ്ററി കപ്പാസിറ്റി ഈസ് നൈസ്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റും. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. ദാറ്റ്സ് റിയലി നൈസ്. ബാറ്ററി പെർഫോമൻസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഒരു ദിവസം 1.5 ദിവസമൊക്കെ എന്തായാലും പോകും. ഇതെൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. ഓക്കെ, ഈ ഫോണിൻ്റെ ഒരു ഫുൾ റിവ്യൂ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ബാറ്ററി കൺസപ്ഷനും ബാറ്ററി പെർഫോമൻസും ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിലിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, എനിവേ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെങ്കിലും ഫേസ് അൺലോക്കിൻ്റെ ഫീച്ചർ ആണെങ്കിലും രണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്.
IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ദാറ്റ്സ് നൈസ്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ല പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. കാരിയർ അഗ്രിഗേഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, ഡ്യുവൽ 4G ഡ്യുവൽ 5G ഓപ്ഷൻസ് ഉണ്ട്, 7 5G ബാൻഡിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്, വൈഫൈ കോളിങ്ങും വരുന്നുണ്ട്. നോർമലി വരുന്ന എല്ലാ സെൻസേഴ്സ് വരുന്നുണ്ട്, FM റേഡിയോൻ്റെ ഫീച്ചർ ഉണ്ട്, ഡ്യുവൽ ബാൻഡ് വൈഫൈ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫൈനലി SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. എൻ്റെ ഒരു ഫ്രാങ്ക് റെക്കമെൻഡേഷൻ ആയിരിക്കും 6GB 128GB എടുക്കാൻ നോക്കുക, അതാണ് ബെസ്റ്റ്. അതിൻ്റെ മേളിലേക്ക് പോകുമ്പോൾ പിന്നെ ആ പ്രൈസ് സെഗ്മെൻറ്റിൽ 23,000 25,000 നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. സ്പെഷ്യലി ഓഫർ സമയമൊക്കെ വരുമ്പോൾ നല്ല ഫോൺസ്, അത്യാവശ്യം നല്ല പവർഫുൾ ഫോൺസ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടുന്നുണ്ട്. ഈവൻ ഷവമിയുടെ ഫോൺസ് തന്നെ കിട്ടുന്നുണ്ട്, 870 ഉള്ള ഫോൺസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോൺ Redmi Note 10 Pro Maxൻ്റെ കറക്റ്റ് അപ്ഗ്രേഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. വലിയൊരു മേജർ വ്യത്യാസമാണ്. ആ ഫോൺ 4G ആയിരുന്നു, ഈ ഫോൺ 5G ആണ്. സോ 5G നോക്കുന്നവർക്ക്, സ്പെഷ്യലി 5-6 വർഷത്തേക്ക് നിങ്ങൾ ഈ ഫോൺ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ 5G ഇമ്പോർട്ടൻ്റ് ആണ്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ സെയിം ആണ്, അല്ലെങ്കിൽ ചെറിയൊരു ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട്. ഈവൻ ആ ഒരു മാക്രോ ക്യാമറ മിസ്സിംഗ് ആണ്. ഇവിടെ മാക്രോ ക്യാമറ നോർമൽ 2 മെഗാപിക്സൽ മാക്രോ ക്യാമറ ആണ് വരുന്നത്. പിന്നെ HDR പ്ലേ ബാക്ക് വരുന്നില്ല, 4Kയുടെ ഓപ്ഷൻ റെക്കോർഡിംഗ് വരുന്നത്. സോ അതൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡൗൺഗ്രേഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ പറയുകയാണെങ്കിലും ഈ ഫോണിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. കാരണം 5G വരുമ്പം ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളും ചെറിയ രീതിയിലുള്ള ഒരു പ്രീമിയം ഒക്കെ അവർ ഈടാക്കുന്നുണ്ട്. അതെല്ലാം കമ്പനികൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ഫോണാണ്. ഞാൻ പറഞ്ഞതുപോലെ 6GB 128GB കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് വാല്യൂ ഫോർ മണി. പണ്ട് കഴിഞ്ഞ വർഷം വരെ 20,000 താഴെയുള്ള പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന ചില ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. എല്ലാം ഫീച്ചേഴ്സ് അല്ല, ചില ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ കമ്പനികൾ നൈസായിട്ട് 25,000 പ്രൈസ് റേഞ്ചിൽ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നത് ഈ സ്നാപ്ഡ്രാഗൺ 695 എന്ന ചിപ്സെറ്റാണ്. 5G ചിപ്സെറ്റാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ടെങ്കിലും ചില പ്രീമിയം ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ 4K റെക്കോർഡിംഗ് ഫീച്ചർ ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. ഞാൻ ഷവമിയെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുകയല്ല, ഇനി ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ബ്രാൻഡുകൾക്ക് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ഇവിടെ 695 ഉള്ളതുകൊണ്ട് പിന്നെ ഈ ഒരു വീഡിയോന് കുറച്ചും കൂടി റീച്ച് കിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നോട്ട് അഗെയിൻസ്റ്റ് ഷവമി, ഒരു ബ്രാൻഡിൻ്റെ മാർക്കറ്റില്ല, സ്മാർട്ട് ഫോൺ ബ്രാൻഡ് മാർക്കറ്റിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണ്. സോ 4K റെക്കോർഡിംഗ് വരുന്നില്ല, അതായത് 695 ചിപ്സെറ്റുള്ള ഒരു ഫോണിലും 4K റെക്കോർഡിംഗ് വരുന്നില്ല, 4K പ്ലേ ബാക്കിൻ്റെ ഓപ്ഷൻ ഇല്ല, HDRൻ്റെ ഓപ്ഷൻ ഇല്ല. പിന്നെ 695 കൊടുക്കാതെ ഈ ബ്രാൻഡുകൾക്ക് വേണമെങ്കിൽ 750G 765G കൊടുക്കാമായിരുന്നു. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഈ 4K റെക്കോർഡിംഗ് സംഭവമാണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ISP ആണെങ്കിലും ഈവൻ HDR പ്ലേ ബാക്ക് ആണെങ്കിലും 4K റെക്കോർഡിംഗ് ആണെങ്കിലും അതെല്ലാം ഈ പറഞ്ഞ ചിപ്സെറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 750G കൊടുത്താലും മതിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സംഭവം വരുന്നുണ്ട്. ആ ഒരു ഫീച്ചേഴ്സുകൾ 25,000 പ്രൈസ് റേഞ്ചിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ഇപ്പം ഒരു വേവ് അങ്ങ് വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ അനലൈസ് ചെയ്യണം, എന്നിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. ഓക്കെ, എനിവേ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് ദ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.